ഇതാണ് നമ്മൾ പണിയെടുക്കുന്ന സ്ഥലത്തെ വീട്. ഇന്ന് പണിക്ക് 2 പേരേ ഉള്ളൂ, ഞാൻ വന്നില്ല. ഇതുണ്ടോ, എന്തോ ഒരു സൈസ് മല്ലിയാണ്. ഉണ്ടോ, ഇവിടെ എല്ലാം വഴിക്കെല്ലാം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, പറിച്ചിട്ടതാണ് ഈ മല്ലി ചെടി. ഇന്ന് കാന്താരി ഉണ്ട്, മുളക് ഉണ്ട്. ഇതുണ്ടോ, മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നു. അതെ, കാന്താരി കണ്ടോ നിൽക്കുന്നത്. ഇത് കാന്താരി ഉണ്ട്. അവിടെ പനിനീർച്ചാമ്പയുണ്ട്, ഓറഞ്ച് മരമുണ്ട്, നാരകമുണ്ട്, ഒത്തിരി കാപ്പി, ഏലം, കുരുമുളക് ഉണ്ടോ, എല്ലാ സാധനങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അന്ന് നട്ട തക്കാളിയൊക്കെയാണ്. ഇത് നട്ടപ്പോൾ വീഡിയോ എടുത്തായിരുന്നു. ഇത് ഏലം, അന്ന് നട്ട ഏലം, തക്കാളി ഉണ്ടോ, ചെടികൾ നിൽക്കുന്നു. ഇത് കണ്ടോ, കരിയേപ്പുമരാണ്. സാധനങ്ങൾ ഏലം തക്കാളിയൊക്കെ നിൽക്കുന്ന കണ്ടോ. എല്ലാ മരങ്ങളും ഉണ്ട്. പച്ചക്കറികളൊക്കെ നട്ടതിന് ഇന്ന് ലില്ലിയാണ്, വളയിടുവാണ്. ബിന്ദു വന്നില്ല, ഞാനില്ല, ബിന്ദു ഇല്ല, ലില്ലിയും മേരിച്ചേച്ചി മാത്രമേ ഉള്ളൂ. ഇവർ വളയിടുവാണ് എല്ലാത്തിനും. ഉണ്ടോ, പാവൽ നട്ടേക്കുന്നു. പാവൽ, പച്ചമുളക്, അതിനിടയ്ക്ക് ബീൻസ് ഉണ്ട്. ബീൻസൊക്കെ കായ്ച്ച് കിടക്കുന്നുണ്ട്. ഉണ്ടോ, നിറച്ചും കായുണ്ട്. ഇത് ബീൻസ് നിറച്ചും കായ്ച്ച് കിടക്കുകയാണ്. കോവല്, ഇത് വള്ളി ബീൻസ്. പാവലയിലൊക്കെ പൂവായി. കുമ്പളമുണ്ട്, ലില്ലി ഇവിടെ ചീരയ്ക്കും ചീനിക്കും ഒക്കെ വളയിടുവാണ്, ചാണകപ്പൊടി ഇടുവാണ്. വെളുത്തുള്ളിയൊക്കെ നട്ടതുണ്ട് കേട്ടോ. വെണ്ട നിപ്പുണ്ട്, പച്ചമുളകുണ്ട്. അതെ, ഇപ്പം ദേ മുളക് പറിച്ചുകൊണ്ട് വന്നു കണ്ടോ. ചേച്ചി മുളക് പറിച്ചുകൊണ്ട് വന്ന്, മുളകുണ്ട്. തക്കാളിയുണ്ട്. തക്കാളിയും പച്ചമുളകും ചീരയും എല്ലാമുണ്ട്. വാഴയൊക്കെ ഇഷ്ടം പോലെ ചുറ്റും ഉണ്ടായിരുന്നു. അതെല്ലാം ആന ശരിയാക്കി. ആന വന്ന് ഒടിച്ച് കളഞ്ഞു. എന്നാലും പറമ്പിലേക്കൊക്കെ വാഴയൊക്കെ നിൽപ്പുണ്ട്. തെങ്ങുണ്ട്. ഉണ്ടോ, ഇതുണ്ടോ വലിയ കാന്താരി നിൽക്കുന്നത്. വലിയ കാന്താരി മുളകുണ്ടാകുന്ന കാന്താരി. മുളകൊക്കെ കായ്ച്ച് നിൽക്കുന്ന കണ്ടോ. പിന്നെ ഇവിടെ ചെടിത്തോട്ടാണ്. പൂക്കളും വെണ്ട കായ്ച്ച് നിൽക്കുന്നു. ഞങ്ങളുടെ ചെടിത്തോട്ടത്തിന് ഇടയ്ക്കൂടിയുള്ള വഴിയാണ്. ചെറുനാരകം ഉണ്ട്. നാരകത്തിലെ നാരങ്ങ എല്ലാം തീർന്നു. ഇത് ചാമ്പ നിൽക്കുന്നു. ഇതൊരു മൂവാണ്ടമാവാണ്. ഈ മാവ് നിറച്ചും മാങ്ങ കായ്ക്കും. ഇത് തേൻവരിക്ക ചക്ക കായ്ക്കുന്ന പ്ലാവാണ്. ഇത് നിറച്ചും കായ്ക്കും. ഈ വഴിക്കൂടിയൊക്കെ ആന കയറി വരുന്നതാണ്. ഇവിടെയും പച്ചക്കറി നട്ടിട്ടുണ്ട്. വഴുതനയൊക്കെ നട്ടേക്കുന്നു. ഗ്രാമ്പുണ്ട്. വഴുതന, ഗ്രാമ്പു. ഇത് മറ്റേ ബട്ടർ ഫ്രൂട്ടിൻ്റെ തയ്യ്. മരത്തൈകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ നമുക്കൊരു മീൻകുളം ഉണ്ട്. ഇവിടെയൊക്കെ തൈകൾ നട്ടിട്ടുണ്ട്. ഞാവലും പനിനീർച്ചാമ്പയും. പിന്നെ ഇതെന്നെ തൈയും
കടപ്ലാവ് നട്ട് വെച്ചിട്ടുണ്ട്. കടപ്ലാവ് നട്ട് വെക്കുന്നു, കണ്ടോ? ചാമ്പമരം, ഇതിൻ്റെ അകത്തൂടി എല്ലാം ഗ്രാമ്പും എല്ലാം നട്ടിട്ടുണ്ട്. മരങ്ങൾ ഇത് വാഴപ്പയറുണ്ട്. ഒരു ബട്ടർ ഫ്രൂട്ടിൻ്റെ തൈ. മുളക് കായ്ച്ച് കിടക്കുന്നത്, ഇതാണ് മുളക് കായ്ച്ച് കിടക്കുന്നത്. കണ്ടോ, ഇഷ്ടം പോലെ മുളകുണ്ട്. ഒത്തിരി സൈസ് മുളകുണ്ട് കേട്ടോ. കാന്താരിയുണ്ട്, പച്ചമുളകുണ്ട്, ഇത്തിരി മുളകുണ്ട്. കായ്ച്ച് കിടക്കുന്നുണ്ടോ? ഇതൊക്കെ ഒരു 3-4 കറിക്കകത്തിട്ടാൽ നല്ല എരിവ് കിട്ടും. ഇല്ലേ, ഇതിനിടയ്ക്കൂടിയാണ് കാപ്പി. ഇതാണ് ആ മല്ലിച്ചപ്പ്. നമ്മുടെ കാപ്പിയെല്ലാം ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നു. ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും കാപ്പി പറിക്കാനാവും. ഇതുണ്ട്, കാപ്പിക്കുരു പഴുക്കാൻ തുടങ്ങി. ഇതാണ് നമ്മൾ പണിയെടുക്കുന്ന സ്ഥലവും ഇവിടുത്തെ ഓരോ ഇതും. ഒത്തിരി സ്ഥലമുണ്ട്. ബാക്കി മീനും മീൻകുളമൊക്കെ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. വളയിടുന്നു. നമ്മുടെ വെളുത്തുള്ളി അതെന്താ പിള്ളാട്ടൊന്നും ചോദിക്കണ്ടല്ലോ. വെളുത്തുള്ളിയാണ്, വെളുത്തുള്ളി. ഇവിടെ ഉള്ളിയുണ്ട്. ഇത് വെളുത്തുള്ളിയാണോ മേരി ചേച്ചി? ചുവന്നുള്ളി നട്ടതാണ്. ബീൻസ് കയറി വരുന്നു. പൂവിട്ട് തുടങ്ങി. അവിടുത്തെ കാണിച്ചു. നാരകം, ഇനി അടുത്തത് മീൻകുളം അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും.